കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. 1 പത്രോസ് 1 അധ്യായം 16 വാക്യം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വിശുദ്ധിക്ക് പ്രധാനമായും 2 വശങ്ങളുണ്ട്: ബാഹ്യവിശുദ്ധിയും ആത്മീക വിശുദ്ധിയും. ശാരീരിക വിശുദ്ധി ദൃശ്യവും ആത്മീയ വിശുദ്ധി അദൃശ്യവും പ്രവർത്തനം ദൃശ്യവുമാണ്. ഒരുവൻ വിശുദ്ധനാകുന്നത് സ്വയപ്രഖ്യാപനത്താലോ അന്യരുടെ വിളംബരത്താലോ അല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നത് ആത്മീക ലക്ഷണമല്ല. ശാരീരിക അവയവങ്ങളെ ലൗകികതയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കാതെ നീതിക്ക് ആയുധമായി നാം ഉപയോഗിക്കണം. 2 കൊരിന്ത്യർ 7 അധ്യായം 1 വാക്യം. സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. യൂദ 21 വാക്യം. ദൈവസ്നേഹത്തിൽ തന്നെത്താൻ സൂക്ഷിക്കണം. ലൂക്കോസ് 1:74. ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ആരാധിക്കണം. കൊലോസ്യർ 1:22 വാക്യം. ദൈവ മുൻപിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആയിരിക്കണം. അതിനായി ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് ഏവർക്കും അവിടുന്ന് കൃപ ചെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ.